നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുടിച്ച പാനീയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാനീയം അൽ ഹുല്ലുൽ ബാരിദ്, തണുത്ത മധുരമുള്ള വെള്ളം, അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ തണുത്ത വെള്ളം. ആ വെള്ളം അവിടുത്തേക്ക് വലിയ ഇഷ്ടമായിരുന്നു. പാലവിടുന്ന് കുടിച്ചിരുന്നു, കുടിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ പലതും പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച പാനീയങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച ഭക്ഷണങ്ങൾ. അതേ, അവിടുന്ന് ആട്ടിന്റെ മാംസം കഴിച്ചു, അതുപോലെ കോഴിയുടെ മാംസം കഴിച്ചു, പക്ഷികളുടെ മാംസം കഴിച്ചു. പക്ഷേ ഉടുമ്പിന്റെ മാംസം കൊണ്ടുവച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ കഴിക്കുന്നതിൽ വിരോധവും ഇല്ല, ഞാനത് വിലക്കുന്നില്ല, പക്ഷേ എനിക്കത് വേണ്ട, ഞങ്ങൾ അത് കഴിക്കാറില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഇത്രയും സൂക്ഷ്മമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ലോകത്ത് വായിക്കാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഇതുപോലെ ലോകത്ത് വായിക്കപ്പെട്ട ഒരാളും ഇല്ല. അൽഹംദുലില്ലാഹ്, ഈ റബീഉൽ അവ്വൽ, ഈ തൊട്ട റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നേരത്തെ ഞങ്ങൾ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ വഴിയിലൂടെ യാത്ര പോകാൻ ഒരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ പുറപ്പെട്ടത് സഫർ 29-നാണ്. ഞങ്ങൾ മക്കയിൽ നിന്ന് 29-ന് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 3 ദിവസം ഉണ്ടായിരുന്നത് സൗർ ഗുഹയിലാണ്, അതിന്റെ പരിസരത്താണ്. ഞങ്ങളും ആദ്യ ദിവസം സൗർ ഗുഹയിലേക്ക് ചെന്നു. അവിടെ 3 ദിവസം തുടർച്ചയായി താമസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പരിസരത്ത് കഴിച്ചുകൂട്ടി. 4-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദി ഉസ്ഫാനിലേക്കാണ് പോയത്. ഞങ്ങളും വാദി ഉസ്ഫാനിലേക്ക് പോയി. ഞാൻ എന്തിനാണത് പറയുന്നത്? 1446 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ വഴിയും സ്ഥലവും ഇന്നും ലോകത്തിന് പഠിച്ചും കണ്ടും പോകാൻ സാധിക്കും. അത്രമേൽ കൃത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഹിസ്റ്റോറിസിറ്റി. അവിടുത്തെ ജീവിതത്തിന്റെ ചരിത്രം അത്രമേൽ കൃത്യമാണ്. അങ്ങനെയാകുമ്പോഴാണ് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് സഫർ 29-ന് മക്കയിലെ വീട്ടിൽ നിന്നിറങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. കഅബയുടെ തൊട്ടടുത്ത് ഉമ്മാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് നേരെ 5.5 കിലോമീറ്റർ ദൂരെയുള്ള സൗർ ഗുഹയിലേക്ക് പോയി. അവിടെ സൗർ ഗുഹയിലേക്ക് ചെന്ന് പിന്നെ 3 ദിവസം കഴിഞ്ഞിറങ്ങി. ആ സഞ്ചാര വഴികളിലൂടെ നമ്മളൊന്ന് പോയാൽ ഇന്നും എത്ര വന്യമായ സ്ഥലമാണെങ്കിലും അന്നത്തെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നു. ഞങ്ങൾ ഈ സഞ്ചാരത്തിന് ഒരുങ്ങിയപ്പോൾ സമീപകാലത്ത് ആ വഴിയിലൂടെ ഗവേഷണാർത്ഥത്തിൽ പോയ പണ്ഡിതന്മാരുണ്ട്. അവരെ അവലംബിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത്. സ്വന്തം പോകാൻ നമുക്ക് സാധിക്കൂലല്ലോ. അപ്പോൾ അതിൽ ഒരു പണ്ഡിതൻ 60 പ്രാവശ്യം ആ വഴിയിൽ പോയ ആളാണ്. വേറെ ഒരാള് 45 പ്രാവശ്യം സഞ്ചരിച്ച ആളാണ്. വേറെ ഒരാൾ 100 പ്രാവശ്യം സഞ്ചരിച്ചു. അതിൽ പല പ്രാവശ്യം നടന്നുപോയ ആളാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം മരുഭൂമിയിലെ മണലിൽ ഞങ്ങൾക്ക് വഴി ഇങ്ങനെ വരച്ചു തരുമ്പോൾ
എത്ര എളുപ്പത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി, അവിടെ ഇരുന്നു, പിന്നെ ആ കുന്നിന്റെ മേലെ കേറാൻ കുറച്ച് പ്രയാസപ്പെട്ടു. ഇതിങ്ങനെ പറഞ്ഞു തരുമ്പോൾ കൂടെ നടന്നതുപോലെ പറഞ്ഞു തരുന്ന ആലിമീങ്ങളുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്രമേൽ തെളിച്ചമുള്ള ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാര വഴികൾ ആ ഹബീബിനെ നമുക്കറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ആ വഴിയിൽ ആ പണ്ഡിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ചില രംഗങ്ങളുണ്ട്. വിശാലമായ മരുഭൂമി, എവിടെയും ഒരു തണലില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിഭ്രമിച്ചുപോയി. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരല്പസമയം വിശ്രമിക്കാൻ അനുവദിക്കുക? നോക്കിയപ്പോൾ ഒരു നീണ്ട പാറ ഇങ്ങനെ നിൽക്കുന്നു. അസ്സഖറത്തു ത്വവീല എന്ന് ഇബ്നു ഹിശാം രേഖപ്പെടുത്തുന്നു. അതിന്റെ അടിയിൽ വിരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടന്നു കുറച്ചു നേരം. ഇന്നു ചെന്നാലും അപ്പാറ എവിടെയുണ്ട്. അതിന്റെ അഗ്രഭാഗം കുറച്ച് പൊട്ടിപ്പോയി എന്നേ ഉള്ളൂ. അവിടെ പെയിന്റ് അടിച്ചിട്ടില്ല, സിമന്റ് ചെയ്തിട്ടില്ല, ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. കാറ്റടിച്ചുകൊണ്ട് മണല് മാറിയെങ്കിലേ ഉള്ളൂ. ആ പാറ നമ്മളോട് സംസാരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബവാഇന്റെ അടുത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ യാത്രക്കിടയിൽ വേജാറായി പോയി. അങ്ങനെ ഞങ്ങൾ കിതാബുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയപ്പോഴും വേജാറായിരുന്നു എന്ന് മനസ്സിലായത്. എങ്ങോട്ടാണ് ഇനി പോകേണ്ടതെന്നൊരു പരിഭ്രമം വന്നുപോയ സ്ഥലം. ഇന്ന് നമ്മൾ ചെന്നാലും തഹയ്യുറായി പോവും, ഇതെന്തൊരു വഴിയാണ്. കാരണം ആയിരക്കണക്കിന് മലകൾക്കിടയിലൂടെ നീണ്ടുപരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെയല്ലേ പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ ഇന്നും പരിഭ്രമിച്ചു പോവും, ഇവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടത് എന്ന്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വഹാബി വാപ്പയെപ്പോലും സമ്മതം വിട്ടിട്ട് കൂടെ ചെന്ന് വഴി കാണിച്ചു കൊടുത്ത സ്ഥലം, അവിടുത്തെ നെറ്റി ചേർത്ത് വെച്ച സ്ഥലങ്ങൾ ആ മരുഭൂമിയിലുണ്ട്. ഞങ്ങൾ യാത്രക്കിടയിൽ മറ്റൊരു സ്ഥലത്ത് എത്തി. എവിടെയാണ്? മദീനയിലെ വാദി ഫറഇലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സൈനിക നീക്കം എന്ന് പറയുന്ന അബവാ സൈനിക നീക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈലൂലത്തുറങ്ങാൻ കിടന്ന, ഉച്ചക്ക് മുമ്പൊരൊന്ന് മയങ്ങാൻ കിടന്ന ഒരു സ്ഥലമുണ്ട്. അതൊരു മലയുടെ ടോപ്പിലാണ്. ചുറ്റും മാനം മുട്ടുന്ന മലകളാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്ര ഒരു വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റിൽ എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയതെന്ന്. അവിടെയും ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. അവിടെ ആരോ സന്ദർശകരിട്ട 2 മുസല്ലയുണ്ടെന്നേ ഉള്ളൂ. അവിടെ പിൽക്കാലത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വരികയും കുപ്പായം അഴിച്ചു കിടക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മകനും പിൽക്കാലത്ത് അവിടെ വന്നപ്പോൾ മേൽമുണ്ട് മാറ്റിയിട്ട് അവിടെ കിടന്നു. ഇന്നും പച്ചയായി ആ സ്ഥലം അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ താഴ്വാരത്തേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നിസ്കരിച്ച സ്ഥലമുണ്ട്.
ജബൽ അഖ്മ എന്ന പർവ്വതത്തിന്റെ താഴെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം. ആ മസ്ജിദുൽ ബുറൂദ് എന്നാണ് ആ പള്ളിക്ക് പറയുന്നത്. അവിടെ പള്ളിയിലെ സ്ഥലം കല്ലുവെച്ചടയാളപ്പെടുത്തിയിട്ടേ ഉള്ളൂ. മസാജിദുല്ലത്തി സ്വല്ലാ ഫീഹാ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഇമാം സുമൂദിയിൽ നിന്ന് ഉദ്ധരിച്ച് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണ്. ഇത്രമേൽ തെളിച്ചമുള്ളൊരു നബിയെ കിട്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ നമുക്ക് നേരമുണ്ടോ? തുടരാൻ നമുക്ക് വിചാരമുണ്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് നേരം വെളുത്താലും തീരൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനി തൊട്ട് കിടന്ന സ്ഥലങ്ങൾ എത്രയാണ്, അവിടുന്ന് നോക്കിയ സ്ഥലങ്ങൾ എത്രയാണ്. ജിസ് तरफ उड़ गई दम में दम आ गया उस निगाहे इनायत पे लाखों सलाम. ഒന്ന് നോക്കിയാൽ മതിയല്ലോ പുണ്യം ലഭിക്കാൻ. ആ നോട്ടത്തിന്റെ ഉടമ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ജീവിതം പച്ചയായി തന്നെ നമുക്ക് കാണാം. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആരാണ്? അതാ അസ്ദഖു തഹ്ത അദീമിസ് സമാ, ആകാശമാകുന്ന മേലാപ്പിന് കീഴിലുള്ള ഏറ്റവും വലിയ സത്യവാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹാബിയല്ലേ. ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തംശി വഹദക്, നിങ്ങൾ ഒറ്റക്കല്ലേ നടന്നു വന്നത്. തമൂതു വഹദക്, നിങ്ങൾ ഒറ്റക്ക് തന്നെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് മരണപ്പെടും. വതുബഅതു വഹദക ഇൻഷാ അല്ലാഹ്, നിങ്ങൾ നാളെ ഒറ്റപ്പെട്ടു തന്നെ നിയോഗിക്കപ്പെടും. ആ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണ് അറിയുമോ? റബ്ദ എന്ന് പറയുന്ന മരുഭൂമിയിലാണ്. ഇന്നും 40 കിലോമീറ്റർ വെറും ഡെസേർട്ടിൽ പോകണം. ഒരു വണ്ടി പോയ അടയാളം പോലും കാണൂല. മണൽ പരപ്പാണ്. 4 വീല് വണ്ടി വേണം, അല്ലാതെ സഞ്ചരിക്കാനാവൂല. റോഡ് വെട്ടിയിട്ടില്ല. മദീനയിൽ നിന്ന് 200ഓളം കിലോമീറ്റർ ദൂരെയാണ്. 40 കിലോമീറ്ററോളം ഡെസേർട്ടിൽ പൂഴിമണ്ണിൽ പോകണം. ഞങ്ങൾ അവിടെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ 4 സ്ഥലത്തും കടല് പോലെ മരുഭൂമിയാണ്. ഞങ്ങൾ പോയ വണ്ടി പാകമായ വണ്ടിയായിരുന്നില്ല. അവിടെ പൂഴ്ന്നുപോയി. ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ ആളില്ല. യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് വിളിക്കേണ്ട സ്ഥലമാണ്. ഏതായാലും ഞങ്ങൾ അതിനു മുമ്പ് കയറിയ ഒരു പമ്പിൽ നിന്ന് ഒരു മലയാളിയെ പരിചയപ്പെട്ട് അയാളുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അയാൾ 4 വീല് വണ്ടിയും കൊണ്ടുവന്ന് ഞങ്ങളെ അവിടെ നിന്ന് കയറ്റിയിട്ടാണ് ഞങ്ങൾ പോയിട്ട് മഹാനായ അബൂദർ അൽ ഗിഫാരി തങ്ങളെ സിയാറത്ത് ചെയ്തത്. അതിന്ന് ത്വയ്ബ യൂണിവേഴ്സിറ്റിയുടെ സംരക്ഷണയിൽ ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് പരിപാലിക്കുന്ന ചരിത്ര സ്ഥലമായി എവിടെയുണ്ട്. പക്ഷേ അവിടെ എത്താൻ ഇന്നും 40 കിലോമീറ്ററിലേറെ കറക്റ്റ് ഡെസേർട്ടിൽ യാത്ര ചെയ്തു പോകണം കേട്ടോ. അവിടെ നിന്ന് കുറെ ഇങ്ങ് വന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അണക്കെട്ട് കാണാം. സദ് മുആവിയ അക്കാലത്തുണ്ടാക്കിയ അണക്കെട്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഏത് കാലത്താണ് കൃഷിക്ക് വേണ്ടി അണക്കെട്ടുണ്ടാക്കിയത്? മുല്ലപ്പെരിയാർ തീരുമാനമാകുന്നതിന് മുമ്പല്ല, ആയതിനു ശേഷമല്ല. 1000 കൊല്ലത്തിന് മുമ്പ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അണക്കെട്ടുണ്ടാക്കാനുള്ള ബോധം കിട്ടിയത്
മദീനത്തെ പള്ളിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് തുടങ്ങി വെച്ച വിഷയം വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഇതുപോലെ രേഖപ്പെട്ട് കിടക്കുകയാണ്. എല്ലായിടത്തും നമുക്ക് പോയി കാണാം. ഒരു കഥാപാത്രമല്ല. ഇവിടെ ആയിരുന്നേ എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്ന എത്രയോ സ്ഥലങ്ങൾ. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, ഇത്തിബാഅ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലയിലും ഇത്തിബാഅ് ചെയ്യണം. അതിലേറ്റവും വലിയ കാര്യമാണ് അഖ്ലാഖുൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുലുഖ്, നല്ല സ്വഭാവം. ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? കൊന്നവരും കൊല്ലപ്പെട്ടവരും നാളെ സ്വർഗത്തിലുണ്ടാവും എന്നുള്ളത് വലിയ അത്ഭുതമായ ഒരു കാര്യമാണ്. ഹംസ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലുണ്ടാവും, കൊന്ന വഹ്ശിയും സ്വർഗത്തിലുണ്ടാവും, അബൂ സുഫിയാനും ഉണ്ടാവും. അബൂ സുഫിയാൻ കാരണമായി കൊല്ലപ്പെട്ട എത്ര സ്വഹാബികളാ! ബദറും ഉഹദും ഖന്ദഖും ഒക്കെ കാരണക്കാരനായ സൈനിക മേധാവിയ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ആ കൊല്ലപ്പെട്ട സ്വഹാബികൾ നേരത്തെ റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്കിവിടെ മൂല്യം എന്താണ്? വ്യക്തികളല്ല, മൂല്യങ്ങളാണ്. അതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ചെറിയൊരു കാര്യത്തിന് പറയും, കല്യാണത്തിന് വിളിക്കാത്തതിന് പറയും ഞാൻ നിന്നോട് ജീവിതത്തിൽ മിണ്ടൂല. ഇത് അടിവയറ് കുത്തിക്കീറിയ ക്രൂരമായി കൊല ചെയ്ത ആൾ കലിമ ചൊല്ലിയപ്പോഴേ അയാളുമായി ഇനി ഒരു പ്രശ്നവും ഇല്ല, സ്വർഗത്തിൽ ഉണ്ടാവും. ഹംസ റളിയല്ലാഹു അൻഹു, വഹ്ശി റളിയല്ലാഹു അൻഹു. അപ്പൊ ആദർശമാണ് വലുത്. ഹിന്ദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, ഹിന്ദാരാ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ അലങ്കോലപ്പെടുത്തി എന്ന് ചരിത്രകാരന്മാര് പറഞ്ഞ സ്ത്രീയാ. ഹിന്ദിന്റെ പ്രേരണയാലാണ് വഹ്ശി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. ആ ഹിന്ദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, എനിക്ക് മാപ്പ് തരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാ ഒരു കുഴപ്പമില്ല, അവ നാളെ ഈ ഹിന്ദ് എന്നവരും സ്വർഗത്തിലുണ്ടാവും, കൊല്ലപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഒരു പണക്കും ഉണ്ടാവില്ല. നമ്മൾ ചെറിയ ചെറിയ സില്ലി കാര്യങ്ങൾക്കാണ് നമ്മൾ പിണങ്ങുക. അതേ സമയത്ത് മൂല്യങ്ങളിലേക്ക് നോക്കണം. ഈ സ്വഹാബികളാരും അവര് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പകവച്ചില്ല, ദേഷ്യം വെച്ചില്ല. ഈമാനും തഖ്വയും ഉണ്ടോ എല്ലാം വിട്ടുവീഴ്ച ചെയ്യാം. ഇതാണ് സീറ വായിക്കുമ്പോൾ നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മക്ക ഫത്ത് കഴിഞ്ഞിട്ടില്ല ഇസ്ലാമിലേക്ക് വന്നത്. അതിനു മുമ്പൊക്കെ ശത്രുപക്ഷത്തായിരുന്നു. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്ന മക്ക ഫത്തിലൂടെ അല്ലേ? അതിനു മുമ്പുള്ള എല്ലാ ആളുകൾക്കും അബൂ സുഫിയാനോട് ദേഷ്യമായിരുന്നു. പിന്നെയാണ് സ്വഹാബിയായത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടായി. അപ്പൊ നമ്മൾ മുഅ്മിനീങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയുള്ളവരാകണം. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പിണങ്ങരുത്, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വിട്ടു നിൽക്കരുത്. ചില ആള് പറയും, എന്നെ അവൻ കല്യാണത്തിന് വിളിച്ചില്ല, അതുകൊണ്ട് ആജീവനാന്ന് ഞാൻ അവന്റെ വീട്ടിൽ കയറൂല, മരിച്ച മയ്യത്ത് കാണാനും വരൂല എന്നൊക്കെ ആണ് പറഞ്ഞ ആള്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിണങ്ങിക്കളയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഭാവമല്ല. അവിടുന്ന് വിട്ടുവീഴ്ചയാണ്. തങ്ങളെങ്ങാനും അങ്ങനെ കർക്കശമായ സ്വഭാവം സ്വീകരിച്ചെങ്കിൽ ആരും മുന്നിലുണ്ടാകുമായിരുന്നില്ല. എല്ലാവർക്കും അഫ്വ്, എല്ലാവർക്കും വിട്ടുവീഴ്ച, എല്ലാവർക്കും വിട്ടുവീഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈലി എങ്ങനെയാണ്? എല്ലാവരോടും വിട്ടുവീഴ്ച, ആരോടും പകയില്ല, ആരോടും ദേഷ്യമില്ല, ആരോടും വിട്ടുനിൽക്കില്ല. മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. ഒരിക്കൽ ഞങ്ങൾ മക്കത്ത് ചെല്ലുമ്പോൾ കുറച്ചു കാലം മുമ്പൊക്കെ മത്താഫിലൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവുമായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പൊക്കെ മത്താഫിൽ ക്ലാസ് ഉണ്ടാവും മഗ്‌രിബ് കഴിഞ്ഞാൽ. അന്ന് മുഹമ്മദുൽ മക്കി എന്ന് പറഞ്ഞ ആൾ ഉറുദുവിൽ ക്ലാസ് എടുക്കും. അവിടെ കണ്ടവർ ഈ കൂട്ടത്തിലുള്ള ഒരു മൈതാഞ്ചി ദാടി, അവിടെ ഇങ്ങനെ ഹിജ്ർ ഇസ്മായിലിന്റെ അപ്പുറത്ത് അജർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും.
അവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കും. അപ്പൊ അയാളോട് ഹാജിമാരൊക്കെ സംശയം ചോദിച്ചു. അപ്പൊ ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഞാനും എന്റെ ഭാര്യയും കൂടി ഹജ്ജിന് വന്നതാണ്, ഞങ്ങൾ രണ്ടാളും പണക്കത്തിലാണ്, രണ്ടാളും 2 ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്, ഞങ്ങളുടെ ഹജ്ജ് സഹിഹാവുമോ ഇല്ലെന്ന ചോദ്യം. അതിന് അദ്ദേഹത്തിന് മറുപടി എന്താണെന്നറിയോ? ആപ്കോ ശർം നഹീ ആതി ഹോ, നാണമില്ലേ നിനക്ക്? സർവാധികാരിയായ അള്ളാഹു പുറത്തു തന്ന സ്വർഗം തരണമെന്ന് പറഞ്ഞ ഹജ്ജിന് വന്നത്, നിങ്ങൾക്ക് തമ്മിൽ പൊറുക്കാൻ വയ്യ. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ മറുപടി എങ്ങനെയായിരുന്നു? അവ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താലേ പരമാധികാരിയായ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുകയുള്ളൂ. നിങ്ങൾ ഇവിടെയുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു തആല വിട്ടുവീഴ്ച ചെയ്യും. നമ്മൾ നല്ല വിട്ടുവീഴ്ചയുള്ളവരാകണം, റഅഫത്തുള്ളവരാകണം. ചെറിയ ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ കുരുത്തക്കേടൊക്കെ കാണിക്കും. അവ ഓരോട് ശപിക്കരുത്, ഓരോ കുറ്റം പറയരുത്. ചെറുപ്പക്കാർ കുറച്ചൊക്കെ കളിച്ചോട്ടെ, കളിക്കാനുള്ള പ്രായമല്ലേ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തെല്ലാം കളിച്ചോരാ. അപ്പൊ ഓരോട് വിട്ടുവീഴ്ച ചെയ്യണം, എന്നിട്ട് ഓരോട് അഫ്വ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ സ്വഹാബികൾ അവർക്ക് ശബ്ദം പൊങ്ങൂല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ രണ്ടാമതും ചോദിക്കണം എന്താണ് പറയുന്നത്, എന്നാലേ മനസ്സിലാവുള്ളൂ. ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ ഉദ്ധരിക്കുന്നു. അങ്ങനെ സ്വഹാബത്തിനൊക്കെ പേടിയാണ്. അപ്പോഴായിരിക്കും ഏതോ നാട്ടും പുറത്തുനിന്ന് ഒരു അറാബി വരും. ആ അറാബിക്ക് ഇതല്ല അറിയോ? അദ്ദേഹം ചോദിക്കും, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ വിളിയാണ്, അഅ്തിനി മിമ്മാ അഅ്താകല്ലാഹ്, പടച്ചോൻ തന്ന പൈസ എന്ന് കുറച്ചും കൂടെ നളി. എവിടെ? ഉമറുൽ ഫാറൂഖുകളും സിദ്ദീഖുൽ അക്ബറുകളും ഒക്കെ സംസാരിക്കാൻ പോലും ബേജാറായിരിക്കുമ്പോഴാണ് ഏതോ നാട്ടും പുറത്തൊരു അറാബി വന്നിട്ട് വിളിക്കും, പേരിട്ടൊരൊറ്റ വിളി, പടച്ചോൻ തന്ന പടത്തുനിന്ന് കുറച്ചും നളി എന്ന് പറയും. ചിലപ്പോ കഴുത്തിലുള്ള ഷാള് പിടിച്ചങ്ങ് വലിക്കും. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കും. കാരണം എന്താ? അയാൾക്ക് അത്രേ അറിയുള്ളൂ, അയാൾക്ക് അത്ര അറിയുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ അറിയില്ല, എല്ലാവർക്കും ഖദർ അറിയില്ല, ആരാരാണെന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മുഴുവനും വിട്ടുവീഴ്ച ചെയ്തു. നമ്മളും അങ്ങനെ കുടുംബത്തിൽ മക്കളോട്, ഭാര്യമാരോട്, അതുപോലെ നമ്മുടെ സന്താനങ്ങളോട്, സഹോദരങ്ങളോട് നല്ല അഫ്വുള്ളവരാകണം. അപ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് വരും. നമ്മൾ സഹപ്രവർത്തകരോട് ചെറിയ കാര്യങ്ങളിലൊന്നും പിണങ്ങാൻ പാടില്ല. സംഘടനയിൽ നല്ല ഒരുമയിലും സ്വരുമയിലും പ്രവർത്തിക്കണം. അപ്പൊ അല്ലാഹു തആല നല്ല ബർക്കത്ത് ചെയ്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്ലാഖ്, സ്വഭാവം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകണം. തബസ്സുമുക ലിവജ്ഹി അഖീക സദഖ, പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ സഹോദരനെ സ്വീകരിക്കുന്നത് പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടുന്ന ധർമ്മമാകുന്നു. എത്ര വലിയ സന്ദേശങ്ങളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രസമൊക്കെ കാണിക്കും. ചിലപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് നാട്ടും പുറത്തുനിന്ന് ഒരാൾ കുറെ സാധനമായിട്ട് വരും. സാഹിർ എന്ന അദ്ദേഹത്തിന്റെ പേര്. നാട്ടും പുറത്തുനിന്നുള്ള നാടൻ ചീനി, നാടൻ മരച്ചീനി എന്നൊക്കെ പറഞ്ഞ മാതിരി കുറച്ച് നാടൻ സാധനമൊക്കെ ആയിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? പട്ടണത്തിൽ കിട്ടുന്ന കുറച്ച് സാധനമൊക്കെ വാങ്ങി വെക്കും ഇദ്ദേഹത്തിന് കൊടുക്കാൻ. എന്നിട്ട് പറയും, സാഹിറുൻ ബാദിയത്തുനാ വനഹനു ഹാദിറുഹു, അദ്ദേഹം നാട്ടുപുറത്തുകാരനാ, ഞാൻ അദ്ദേഹത്തിന്റെ പട്ടണക്കാരനാണ്. അന്ന് മദീനക്കാർക്കും മക്കക്കാർക്കും അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നത്രേ. ഗ്രാമീണനായ ഒരാളുമായിട്ട് കമ്പനി ഉണ്ടാവും. എന്തിനാ? അവിടുത്തെ നാടൻ സാധനം നമുക്ക് കിട്ടാനും ഓൾക്ക് പട്ടണത്തിലെ സാധനം അവർക്ക് കൊടുക്കാനും. അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നു, ചിലർ എഴുതിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സാഹിറുൻ ബാദിയത്തുനാ, നമുക്ക് നാട്ടിൻ പുറത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾ ഇയാളാണ്. വനഹനു ഹാദിറുഹു, പട്ടണത്തിലെ സാധനമൊക്കെ കൊടുക്കുന്ന നമ്മളുമാണ്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി മാർക്കറ്റിലൂടെ ഇങ്ങനെ പോകുമ്പോ സാഹിർ നാടൻ സാധനങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ പിന്നിലൂടെ പോയി 2 കക്ഷത്തിന്റെ അടിയിലൂടെ കൈയിട്ടങ്ങ് അണച്ചുകൂട്ടി പിടിച്ചിട്ട് ചോദിച്ചു, ഈ അടിമയെ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? അടിമയെ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? അവ നോക്കി ഇത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം അവിടെ തന്നെ നിന്നു. കാരണം എന്താ? ലോകത്തെ ഏറ്റവും പുണ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തോട് ശരീരം ചേർത്ത് വെക്കാൻ കിട്ടിയ ഭാഗ്യം. അപ്പൊ എന്നാലും ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് ചോദിച്ചതാ, ഈ അടിമയെ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ ചോദിച്ചു, നബിയെ, ഞാൻ എന്താ അത്രക്കും കൊള്ളാത്ത ആളല്ലേ, ഞാൻ അടിമയല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത ഇൻദല്ലാഹി ഗാൽ ഔ അൻത ഇൻദല്ലാഹി ലൈസ ബികാസിദിൻ.
മോനെ നീ അള്ളാന്റെ അടുത്ത് വലിയ മൂല്യമുള്ള ആളാ. പിന്നെ അടിമയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും അടിമകളല്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ് നീ. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. അങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കും. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഏറ്റവും വലിയ പദവിയിലുള്ള മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്രാമീണനെ മാർക്കറ്റിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത്. ആരിങ്ങനെ ചെയ്യുന്നത്? കൈഫ തറഖാ റുഖിയകൽ അംബിയാഉ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം അത്യുന്നതയിലുള്ളതാണ്. ഓ അലാ വഔലാ ഹമാരാ നബി വഉൻജാ വഉൻജാ ഹമാരാ നബി, അപ്നെ മൗലാ ക പ്യാരാ ഹമാരാ നബി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാണുന്ന ഒരു ഗ്രാമീണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നമ്മളൊക്കെ പഠിക്കണം. ആ സ്വഭാവത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊഴിലാളികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധനകാര്യമന്ത്രി ആരായിരുന്നറിയോ? സയ്യിദുനാ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. എല്ലാ കാര്യവും കണക്കപ്പുള്ള ഓപ്പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി കടം വാങ്ങുന്നതും കണക്കെഴുതുന്നതൊക്കെ ഓരാ. എന്നാൽ ഇമാം തുർമുദി ഉദ്ധരിക്കുകയാണ്, എനിക്കും എന്റെ ബിലാലിനും ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം ബിലാലിന്റെ കക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന അത്രയും ചെറിയൊരു പൊതിയായിരുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കും എന്റെ ബിലാലിന് ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം എന്റെ ബിലാലിന്റെ കക്ഷത്ത് കൊള്ളാനുള്ള അത്ര ഉണ്ടാവുള്ളൂ. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, മുഖത്തൊരു ക്ഷീണം. മോനെ, ഒരു മാസമായി ഒരു ജീവി കഴിക്കുന്ന ഭക്ഷണം എന്റെ പള്ളയിലെത്തിയിട്ടില്ല. ചോദിച്ചപ്പോ പറഞ്ഞതാണ്. ഉടനെ ജാബിർ റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് പോയി. അവിടെ മരച്ചുവട് നനയ്ക്കുന്ന ഒരാളുണ്ട്. അയാളോട് ചോദിച്ചു, ഞാൻ ഈ ഈത്തപ്പന നനച്ചാൽ എനിക്ക് കുറച്ച് കാരക്ക തരാമോ? തരാം. അല്പനേരം കുറച്ച് മരമൊക്കെ നനച്ചിട്ട് കിട്ടിയ കാരക്ക കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജാബിർ എന്നവരോട് സന്തോഷം പറഞ്ഞു, സ്നേഹം പ്രകടിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് നമ്മൾ വലിയ പിശുക്കന്മാരായി പോയോ? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലണം. കഴിയും പോലെ നാളെ പരലോകത്തിലും രക്ഷപ്പെടാനൊരു വഴി നമ്മുടെ പാപത്തിന്റെ എണ്ണം മറികടക്കുന്ന സ്വലാത്ത് ഉണ്ടായാൽ ചിലപ്പോൾ കഴിച്ചിലായി. 1 കോടി പാപം ചെയ്തു പോയി, എന്നാ 1 കോടി ചേർന്ന സ്വലാത്തുണ്ടോ? അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തേക്കും. അതേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ പതിവാക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളെ നമ്മൾ അറിയണം, പിൻപറ്റണം, ഹബീബിലേക്ക് ചേർന്ന് നിൽക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തിന്റെ അവസാന ഭാഗം പറയട്ടെ. നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടമാ ഹബീബിനോടാവണം. എല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എല്ലാത്തിനേക്കാളും വലിയ സ്നേഹം വേണം. നമ്മൾ അങ്ങനൊക്കെ പറയും, പക്ഷേ പറയുന്ന അത്ര ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൂടാൻ നമ്മളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കണം, പഠിക്കണം. നമ്മളെ വാപ്പാനെ കുറിച്ചൊരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് വായിച്ചേനെ? ഉമ്മയെ കുറിച്ചൊരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് വായിച്ചേനെ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു പുസ്തകം ഈ ആയുസ്സിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്ക്. പല പുസ്തകങ്ങളിൽ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചില്ലേ? എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്നറിയാൻ അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു പുസ്തകമെങ്കിലും വായിച്ച് ഇതാരായിരുന്നു എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയണം. അറിയുന്തോറും അത്ഭുതപ്പെടും, അറിയുന്തോറും ആശ്ചര്യപ്പെടും.
എന്താണ് അത്ര കൃത്യമല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ഒരു ചിത്രവും വേണ്ട, ഒരു പ്രതിമയും വേണ്ട, 1000 അല്ല പരകോടികളുടെ ഉള്ളിലെല്ലാം ചേർന്ന് കിടക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഈ റബീഉൽ അവ്വലിന് പ്രസംഗിച്ചു കേട്ടു. ഞാനിരിക്കെയുള്ള പരിപാടി പങ്കെടുത്ത പരിപാടിയിലാണ്. അയാൾ പറഞ്ഞു, കണ്ടിട്ടില്ലാത്ത ഒരു നബിയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടിട്ടുള്ളവരെക്കാൾ കണ്ടിട്ടുള്ള ഒരു നബിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് സല്ലല്ലാഹു അലൈഹി